ഇന്ന് കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ. മുറ്റത്ത് നല്ല രീതിയിലൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വലിയ ഇതൊന്നുമില്ല, നമ്മുടെ അതിൽ കുറച്ച് ഗ്രാസ് പുല്ല് വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ ജോലി. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഞങ്ങളുടെ മുറ്റത്ത് അതിനു വേണ്ടിയുള്ള രീതിയിലുള്ള ചെടികളൊന്നും നട്ടു വെച്ചിട്ടില്ല. അത്യാവശ്യം കുറച്ച് ചെമ്പരത്തിയുണ്ട്, റോസയുണ്ട്, മുല്ലയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അത്യാവശ്യത്തിന് വേണ്ടി മാത്രമുള്ളത് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. നല്ലൊരു സെറ്റപ്പ് ഗാർഡൻ ആക്കണം എന്നെനിക്കൊരു പ്ലാനുണ്ട്, നടക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എല്ലാം ഒന്ന് ചെത്താനായിട്ട്, അപ്പം എൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് മെറ്റിൽ കിടക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് പുല്ലുകൾ നല്ല രീതിയിൽ പടർന്നു കയറുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് മെറ്റിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ചെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെറ്റിലിൻ്റെ മേളിൽ ചെത്തുമ്പോൾ ഭയങ്കര പാടായിരുന്നു. എങ്കിലും ഒരുവിധം ഞാൻ ആവുന്ന രീതിയിൽ മാത്രമേ എനിക്ക് ചെത്താൻ പറ്റുന്നുള്ളായിരുന്നു. അപ്പോൾ അത്രയും ഭാഗത്ത് ഞാനൊന്ന് ചെത്തിയിട്ട് ഈ മെറ്റിലിൻ്റെ മേളിലോട്ടുള്ള പുല്ലെല്ലാം പറിച്ച് കളയുക ചെയ്തത്, പിച്ചിക്കളയുക ചെയ്തത്. അത് ചെത്താൻ പറ്റത്തില്ല. മെറ്റിലിൻ്റെ മേളിൽ കിടക്കുന്നത് ചെത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറിച്ച് കളയുക ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പറിച്ച് കളയുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ വിച്ചു അവിടെ എല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. കത്രികയും കൊണ്ട് അവിടെ എല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അവന് പറ്റാവുന്ന രീതിയിൽ അവൻ ലെവൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള പുല്ല് എക്സ്ട്രാ ഞങ്ങൾ അവിടെ നിന്ന് പിച്ചിക്കളഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുപാട് പുല്ലുണ്ടായിരുന്നു, അധികമായിട്ട് വളർന്നു ഒത്തിരി. സത്യത്തിൽ ഇതൊന്നും നട്ടുപിടിപ്പിച്ച പുല്ലുകളല്ല, ഞാൻ ഭംഗിക്ക് വേണ്ടി വെച്ച ഗ്രാസുകളല്ല ഇത്. ഇവിടെ ഞങ്ങളുടെ ഈ മുറ്റത്തെന്ന് പറയുന്ന ഒരു പറ്റിക്കിടക്കുന്ന ടൈപ്പ് പുല്ലുകൾ നല്ല രീതിയിൽ പടർന്നു കയറുന്നു. എത്ര ചെത്തിക്കളഞ്ഞിട്ടും ഇത് ഇങ്ങനെ പിന്നെയും പടരുകയാണ്. ഇത് ചെത്താൻ പറ്റുന്നില്ല, നമുക്ക് കൈ കൊണ്ട് പറിക്കാനോ അല്ലെങ്കിൽ ചെത്താനോ ഒന്നിനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഒരു ഗ്രാസ് നമ്മൾ പുല്ല് നമ്മളെ ഈ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന കണക്ക് അതേ രീതിയിൽ നിൽക്കട്ടെ, ലെവലായി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അങ്ങ് നിർത്തിയേക്കുക. അല്ലാതെ ഇത് വെച്ച് പിടിപ്പിച്ചതൊന്നുമല്ല, അങ്ങനെ അങ്ങ് കിളിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഞാനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത കുറച്ച് പുല്ലുകളെല്ലാം എടുത്ത് വെട്ടിക്കളഞ്ഞ് മാറ്റും. ബാക്കിയുള്ളതെല്ലാം ലെവൽ ചെയ്ത് നിർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ പൊതുവെ സെറ്റ് ചെയ്യുന്ന കണക്ക് പുല്ല് സെറ്റ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ നല്ല ലെവലിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണത്. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് കാശ് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പുല്ലുകളല്ല അതൊന്നും. എല്ലാം അനാവശ്യമായിട്ട് കിളിച്ച് വരുന്ന പുല്ലുകളാണ് മൊത്തം. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെല്ലാം വേണ്ടാത്ത കുറച്ച് എല്ലാം ചെത്തിയിട്ട് അതൊന്ന് ലെവലാക്കിയതിന് ശേഷം അതെല്ലാം വാരി നമ്മളൊരു ബക്കറ്റിനകത്താക്കി കൊണ്ടുവന്ന് കളയുകയാണ്. കൊണ്ടുവന്ന് കളയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ട് താഴെ ഓടയുണ്ട്. അപ്പോൾ ആ ഓടയിലോട്ട് കളയുമ്പോൾ അതങ്ങ് പൊക്കോളും, വെള്ളം ഒലിച്ച് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കളയുന്നത് കുറച്ച് ഞാൻ കത്തിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ തൂത്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ഈ പുല്ല് വെട്ടിയിട്ടത് മൊത്തം അതിൻ്റെ മേളിൽ കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് തൂത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ തന്നെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയും കൂടി ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് തൂത്ത് മാറ്റുന്നുണ്ട്. തൂത്ത് മാറ്റി എനിക്ക് പറ്റാവുന്നതെല്ലാം കൈയും കൊണ്ട് പറിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര പാടാണ്. നമ്മളെ മെറ്റിലിൻ്റെ മേളിൽ വന്നത് മാത്രമേ നമുക്ക് പറിച്ച് കളയാൻ പറ്റൂ, ബാക്കിയുള്ളതൊന്നും പറിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഒരുവിധം ഞാൻ സെറ്റ് ചെയ്യാൻ നോക്കി. നമ്മളെ മെറ്റിലിൻ്റെ അടുത്തുനിന്ന് ചെത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം സെറ്റാക്കാനേ എനിക്ക് പറ്റുന്നുള്ളായിരുന്നു. ആണുങ്ങളാരെങ്കിലും ഉള്ളപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ടത് ചെത്തിയെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. തക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യില്ല, അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒരുവിധം ഒപ്പിച്ചെടുത്തു. അപ്പോൾ 2 ബക്കറ്റ് നിറച്ചുള്ള പുല്ലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുല്ല് ഞാൻ മാറ്റി വേറെ ഇട്ട് ഉണങ്ങിയതിന് ശേഷം അത് കത്തിച്ച് കളയുക ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാം വാരി മാറ്റിയതിന് ശേഷം പിന്നെ അവിടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് ഒരു 2 വട്ടം പൊതുവെ ഞാൻ തൂത്തിട്ടുണ്ട് അതിനകത്ത്. കാര്യം തൂക്കുന്നതിനനുസരിച്ച് നമ്മൾ വെട്ടിയിടുന്ന പുല്ല് പിന്നെയും മറ്റേ പുല്ലിനകത്ത് കിടക്കും. അപ്പോൾ അത് ഒരു ട്രിപ്പ് തൂക്കുമ്പോൾ രണ്ടാമത് തൂക്കുമ്പോഴും പിന്നെയും അതേപോലെ പുല്ലിറങ്ങണം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ 2 വട്ടമായിട്ട് തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാം ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് റോസ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 2 കമ്പ് വെട്ടി ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ടും വെച്ചിട്ടുണ്ട്.
നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ല റോസയാണത്. അതിനുശേഷം ഞാൻ നേരെ പിന്നെ നമ്മുടെ കുറച്ച് ചെടികൾ പറിച്ച് മാറ്റി നടാനുണ്ട്. അതായത് ഞാൻ അടുക്കളയിൽ കുറച്ച് ചട്ടികളിലായിട്ട് ചെടികൾ ഞാൻ ജനലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ കിളിച്ച് വലിയ ഇവരുടെ 1-2 കമ്പ് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. നല്ല രീതിയിൽ ഒരുപാട് കമ്പുകളായി, ഒരുപാട് പടർന്ന് ഒരുപാട് ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഇതിനകത്താക്കി നമ്മുടെ എവിടെയെങ്കിലും നല്ല ഒരു ഏരിയയിൽ ഇച്ചിരി വലിയ ചട്ടിക്കകത്താക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഏതാണ്ട് 20 രൂപ കണ്ടേ ഉള്ളൂ ഒരു ചട്ടിക്ക്. അപ്പോൾ ആ രീതിയിൽ ഞാൻ വാങ്ങിച്ച് നമുക്ക് സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം എന്ന രീതിയിൽ ഞാനത് വെച്ച് ഈ ചട്ടി നിറച്ച ആ ചെടി ആ ഒരു മണി പ്ലാന്റാണ്, വെറൈറ്റി മണി പ്ലാന്റാണിത്. നല്ല ഭംഗിയാണ് നിൽക്കുന്ന കാണാം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ചെടി നടാനായിട്ട് പോയി. കുറച്ച് ഭാഗം എടുത്തോളൂ. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരുന്ന സംഭവം എന്തോ എനിക്ക് എൻ്റെ ഇടയിൽ കൂടെ കോള് വന്നുകൊണ്ടാണെന്നറിയില്ല, അത് ഓഫായിപ്പോയി. ഞാൻ അറിഞ്ഞില്ല ഓഫായത്. വീഡിയോ ഓണാക്കി വെക്കുമ്പോൾ കോള് വരുമ്പോൾ കോളിൻ്റെ സൗണ്ട് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഓഫാകും, കോളും കട്ടാവും. അപ്പോൾ പിന്നെ ഒന്നും അറിഞ്ഞില്ല. അത് പിന്നീടാണ് ഞാൻ വീഡിയോ ആവുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. എന്തായാലും കിട്ടിയ ഭാഗം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേമ്പലയുടെ കണക്കിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടി കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 2 കമ്പ് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് നട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് നല്ലൊരു ചട്ടി മേടിച്ച്, അതും പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയാണ് വാങ്ങിച്ച് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ വേറെ വെറൈറ്റി കുറച്ച് ചെടികളൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും വേറൊരു മണി പ്ലാന്റാണ്. പിന്നെ ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2-3 തരം മണിപ്ലാന്റ്, 3 തരം മണിപ്ലാന്റാണുള്ളത്. വെറൈറ്റി 3 തരം മണിപ്ലാന്റ് ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 2 ചെടികൾ അവിടെ ഫ്രണ്ടിൽ ഞാൻ 2 വെച്ചിട്ടുണ്ട്. ഒന്നൊരു ചേമ്പിലയുടെ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു ചെടി, അത് 2 അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ മണി പ്ലാന്റ് നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ മറ്റേ വലിയ ഇല അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്, പക്ഷേ ഇവിടുന്ന് ഇഷ്ടപ്പെടാൻ ഞാൻ സിറ്റ് ഔട്ടിൽ നമ്മുടെ ബീം നിൽക്കുന്ന ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരെ പോയി വീട് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോയി. തൂത്ത് ഇടുന്നതേ ഉള്ളൂ, ഞാൻ തുടച്ചിടുന്നില്ല. തുടച്ചത് അന്ന് രാവിലെ ഞാനൊന്ന് തുടച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ തൂക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് തൂത്തിട്ടു. അതിനുശേഷം ഒന്ന് റെഡിയായി. ഇന്ന് വൃശ്ചിക മാസമല്ലേ, നമുക്ക് അമ്പലത്തിലൊന്ന് പോയി തൊഴാം. അമ്പലത്തിൽ ചെറുപ്പടക്കല്ലേ, അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല അടിപൊളി ഒരു കുർത്തിയാണ്. ഏകദേശം ഒരു 300-350 ആ ഒരു റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി ഒരു കുർത്തിയാണ്. താല്പര്യമുള്ളവർ വാങ്ങിച്ചു നോക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ നമ്മളിനി അമ്പലത്തിലേക്ക് പോകണം. നമ്മൾ അതിന് മുമ്പ് ഞാൻ വിളക്ക് കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സന്ധ്യ ആയില്ലേ, 6 മണിയായി. അപ്പോൾ പിന്നെ വിളക്ക് കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ വന്ന് വിളക്കും കൂടി കത്തിച്ചിട്ട് ഞങ്ങൾ പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് നേരെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഈ കുർത്തിയുടെ പല വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ. ഏത് കളർ നിങ്ങൾക്ക്, പച്ചയുണ്ട്, കറുപ്പുണ്ട്, എല്ലാം ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ എവിടെയെങ്കിലും ഇതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല, ഇപ്പോൾ ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഈ ടോപ്പ് നല്ല ഭംഗി, നല്ല രസമുണ്ട്, ഇടാനും നല്ല സുഖമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്കൂട്ടറിൻ്റെ അടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നിട്ട് പിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം ഞാനിത് ഷോർട്സ് ആക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ സത്യത്തിൽ ഇത്രയും വീഡിയോ എടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു ഒത്തിരി നാളായാലും ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ ഇത് ലോങ് വീഡിയോ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ലോങ് വീഡിയോ ആക്കുവാണ്. അപ്പോൾ അമ്പലത്തിൽ ചെല്ലുന്നവരുള്ള വീഡിയോസേ ഞാൻ ഇട്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞുള്ള ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെന്താ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടാം. ഞാൻ കുറച്ച് ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് മുമ്പോട്ട്
വന്നിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കൈക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് നടത്തി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ ഒരു കാരണം. നമുക്കതെല്ലാം ലോങ് വീഡിയോ ഇട്ട് തുടങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.